Hello friends, അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു വയർലെസ് പോർട്ടബിൾ ചാർജർ ആണ് ഫോർ ആപ്പിൾ വാച്ച് അല്ലെങ്കിൽ നമുക്ക് സാംസങ് വാച്ചിനൊക്കെ ഉപയോഗിക്കാം. ഇത് RAEGR എന്ന് പറഞ്ഞ ബ്രാൻഡിയാണ്. 2-in-1 പോർട്ടബിൾ ആപ്പിൾ വാച്ച് വയർലെസ് ആപ്പിൾ വാച്ച് ചാർജർ എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റ് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ ആപ്പിൾ വാച്ചിന് തന്നെയാണ് വാങ്ങിച്ചത്. നമുക്കിതൊരു 700 രൂപ റേഞ്ചിന് കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ ആപ്പിളിൻ്റെ ഒറിജിനൽ ചാർജർ വാങ്ങിക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിനൊരു 2000 രൂപ വരുന്നുണ്ട് നോർമൽ വയർലെസ് ചാർജറിന്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. കണ്ടോ, ഇപ്പോൾ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഒരു ഫുൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ കറക്റ്റ് ഒരു സംഭവം കിട്ടാൻ കുറച്ച് പാടാണ്. നമുക്കിതിൻ്റെ നമുക്ക് നോർമൽ USB A ടൈപ്പ് കേബിളാണ്. കേബിളല്ല ആക്ച്വലി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഫുൾ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. 1 year വാറണ്ടി വരുന്നുണ്ട്. കസ്റ്റമർ കെയർ സംഭവങ്ങൾ വരുന്നുണ്ട്. നമുക്ക് പിന്നെ ഇതിൽ അഡ്വാൻസ് ചിപ്സെറ്റ് വരുന്നുണ്ട്, പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെ മൾട്ടി ആംഗിൾ USB കണക്ടറാണ്. അതായത് നമുക്ക് ആ USB കണക്ട് ചെയ്യുന്ന സാധനം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ തിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ PC-യുടെ ഒക്കെ മുകളിൽ കുത്തിയിട്ട് ഇത് വയ്ക്കാം. നമുക്ക് ഞാൻ കാണിച്ചു തരാം. അത് ഫുൾ ആപ്പിൾ വാച്ച് വയർലെസ് ചാർജറാണ്. USB റെഡി കണക്ടറാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബിൽഡിംഗ് ലൈറ്റ്നിങ് കേബിളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. 250 താഴെയൊക്കെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ഡീറ്റെയിലേക്ക് പോകും. അതിന് മുമ്പ് ചാനൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ ലിങ്ക് കയറിയിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയിക്കാൻ നിങ്ങൾക്ക് അതിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയാം. എന്താ വെച്ചാൽ ബോക്സ് കാണിച്ചു തരാം. ബോക്സ് ഒരു കുട്ടി ബോക്സാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ RAEGRൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബോക്സ് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്കിവിടെ മുകളിൽ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് RAEGRന്ന്. അതുപോലെ തന്നെ RC450 എന്ന് പറഞ്ഞാൽ അവരുടെ മോഡൽ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ വാച്ച് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. വാച്ച്, എയർപോഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഐഫോൺ, അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറാണ്. 2-in-1 പോർട്ടബിൾ ആപ്പിൾ വാച്ച് വയർലെസ് ചാർജറിന് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് 1 year വാറണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർ കെയർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് മൂവ് ഓൺ ഓൾവേസ് എന്ന് പറഞ്ഞിട്ട് ചാർജിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് കറക്റ്റ് വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് പടം വരുന്നത്. നമുക്കിത് പവർ ബാങ്കിലൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് ചാർജ് ചെയ്യാനൊക്കെ പറ്റും. മറ്റേ ടൈം 2 ചാർജ് ചെയ്യാം. അതാണ് പ്രൈസിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഔട്ട് ഫോക്കസ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ അവരോട് എഴുതിയിട്ടുണ്ട്. ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് നമുക്ക് ലൈറ്റ് ചെറുതായിട്ട് ഒരു ഇഷ്യൂ വരുന്നതായിരിക്കും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സംഭവം ഇങ്ങനെയാണ്. കണ്ടു, ഇതും വൈറ്റ് കളർ തന്നെയാണ്. ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാറണ്ടി ഇൻഫർമേഷൻ യൂസർ മാനുവൽ വരുന്നുണ്ട്. അത്രയും ഉള്ളൂ, വേറെ ഒന്നുമില്ല. 1 year വാറണ്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇതാണ് നമ്മുടെ ആപ്പിൾ വാച്ച് വയ്ക്കുന്ന സാധനം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലൈറ്റ്നിങ് കേബിൾ, എക്സ്ട്രാ കേബിൾ നമുക്ക് ഒരു സെപ്പറേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സാധനമാണ്. കണ്ടു, ഇത് മൈക്രോ USB ആണ്. കണ്ടു, നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ ഇത് ഊരാൻ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്ലഗ് ഇൻ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ പ്ലഗ് ഇൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്ലഗ് ഇൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ വയ്ക്കാമല്ലോ വാച്ച്. എക്സാമ്പിളൊക്കെ ആണെങ്കിൽ നമ്മുടെ പവർ ബാങ്കിലൊക്കെ വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് നേരെ തന്നെ മതി. ഇതാവും അങ്ങനെ വയ്ക്കാം. ഇത് ഊരി കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കെയർഫുൾ ആണ്. എന്താ വെച്ചാൽ ഇവിടെ വയർ നിങ്ങൾക്ക് കാണാം. അത് കോണ്ടാക്ട് ഇവിടെ ഒന്നും ചെയ്യരുതിട്ട്. അങ്ങനെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ഞാനൊരു പവർ ബാങ്കിൽ എടുത്തിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്ലഗ് ഇൻ ചെയ്യാൻ വേണ്ടോ, വേറെ ഒന്നും വേണ്ട. കണ്ടു, നമ്മൾ ചേർട്ട് ഇങ്ങനെ കുത്തി ആപ്പിൾ വാച്ച് എടുത്തു. അപ്പോൾ നമുക്ക് വയ്ക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങൾ വെച്ചു. ഇതാ കണ്ടു, ചെറിയൊരു മാഗ്നറ്റിക് പവർ ഉണ്ട്. ഇതുണ്ടോ, ചാർജിങ് തുടങ്ങി. കണ്ടു, ആപ്പിൾ ഓൺ ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സുഖമായിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യട്ടെ. നമുക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ട്രാവലിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സംഭവം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എയർപോർട്ടൊക്കെ ആണെങ്കിൽ എയർപോർട്ടും കുത്താൻ. ഇപ്പോൾ എൻ്റെ എയർപോർട്ട് ചാർജ് ഓൾറെഡി ഞാൻ ഇപ്പോൾ ഇതെടുത്ത് കാണിച്ചത്. എന്താ വെച്ചാൽ നിലത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം വെക്കാൻ പറ്റില്ല, കുറച്ച് പാടാണ്. അല്ലെങ്കിൽ എൻ്റെ ഈ സ്ട്രാപ്പ് കാരണം അത് മെയിനായിട്ട് എൻ്റെ എയർപോർട്ട് അവിടെ പോയി. എന്താ വെച്ചാൽ സ്ട്രാപ്പിൻ്റെ ഇങ്ങനത്തെ സ്ട്രാപ്പാണ്, ഒട്ടിക്കുന്ന ടൈപ്പ് സ്ട്രാപ്പാണ്. അപ്പോൾ അത് നിലത്തിരിക്കില്ല. നേരെ ടൈപ്പ് സ്ട്രാപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സുഖമായിട്ട് ചാർജ് ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ ഞാൻ എയർപോർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എയർപോർട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എയർപോർട്ട് കണക്ട് ചെയ്യാം. എന്താ കണ്ടോ, ഓണായി. കണ്ടോ, ലൈറ്റ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട്, പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ഇത് ലൈറ്റ്നിങ് കേബിൾ ആയതുകൊണ്ടാണ് നമ്മൾ എയർപോർട്ട് എടുത്തിട്ട്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യാണെങ്കിൽ നമുക്ക് വേറെ നോർമൽ എല്ലാ TWS ഉപയോഗിക്കായിരുന്നു. അപ്പോൾ അത് പറ്റില്ല ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്പിൾ വാച്ചും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കോംബോ ഉണ്ടെങ്കിൽ ഈ സാധനം മാറ്റി വെച്ചാൽ രണ്ടും ഒരുമിച്ച് ചാർജ് ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സാധനം കുത്താനുള്ള പോർട്ട് കിട്ടണമെന്ന് ചാൻസ് അല്ല. എന്ന് വെച്ചാൽ കിട്ടാൻ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോയി നിൽക്കാതെ തന്നെ നമുക്കിപ്പോൾ ഇത്ര അധികം പോർട്ട് കിട്ടാനുള്ള ഭയങ്കര ഇത് കുറവാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഐഫോൺ ചാർജ് ചെയ്യണം, ഇത് ചാർജ് ചെയ്യണം, വാച്ച് ചാർജ് ചെയ്യണം, ലാപ്ടോപ്പ് ചാർജ് ചെയ്യണം,
അപ്പോൾ അത്ര അധികം പോട്ട് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഭയങ്കര ഹെൽപ്ഫുൾ ആയി കിട്ടുക. എന്തായാലും നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ഫയൽ ലിങ്ക് താഴെയുണ്ട്. നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡ് ഫ്രീയുടെ താഴേക്കാണ് പ്രൈസിങ് വരുന്നത് കേട്ടോ. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ മെസ്സേജ് വരുന്നുണ്ട് നമുക്കിവിടെ. അപ്പോൾ നമ്മൾ വീഡിയോ വേണ്ടി ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാം കമൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.